അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഫൈനൽ ഡേ ആണ്. അപ്പോൾ ഇതും കൂടി കഴിയുന്ന നമ്മുടെ ക്രിസ്മസ് അങ്ങ് ഗ്രാൻഡായിട്ട് എൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണിത്. 21 ദേശത്തെ ആളുകളായിട്ട് ഒത്തുകൂടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. പോരാത്തതിന് 10,000-ലധികം പാപ്പന്മാരുടെ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ട്. പിന്നെ ഒരു എന്താ പറയുക, പല കളേഴ്സിലുള്ള വൈറ്റ്, റെഡ്, അങ്ങനെയൊക്കെ പല കളേഴ്സിലുള്ള ഡ്രസ്സുകളാണ്. ഓരോ ഗ്രൂപ്പ് ഓരോ തരത്തിലുള്ള ഡാൻസ്, ഓരോ തരത്തിലുള്ള കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് വളരെ കളർഫുള്ളായിട്ടുണ്ട് ഗ്രൗണ്ട്. പോലെ തന്നെ ഒരുപാട് ജനക്കൂട്ടം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു പ്രോഗ്രാം കാണാനായിട്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, അപ്പോൾ മനസ്സിലാവും എത്രത്തോളം സൂപ്പറായിരുന്നു. ഞാനും 2 അമ്മമാരും പിന്നെ കുട്ടികളും പിന്നെ നാത്തൂൻ്റെ കുട്ടികളും കൂടി ആയിട്ടാണ് കേട്ടോ കാണാനായിട്ട് പോയിട്ടുള്ളത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിച്ചേർന്നതാണ് ഞങ്ങൾ അവിടെ. പക്ഷേ സംഭവം കലക്കി സൂപ്പറായി, നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കാനൊക്കെ തോന്നി, പക്ഷേ ചെയ്തില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ ഒലിവ് നന്നായിട്ട് കളിച്ചായിരുന്നു കേട്ടോ. പിന്നെ ദിക്റും മോളും അവിടെ റോഡ് സൈഡിലല്ല, നമ്മുടെ സൈഡിൽ നിന്നിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് അവിടെ ഭയങ്കര രസമൊക്കെ, അവിടെ ആ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് പോരാലോ എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ടും കൂടി പോയിട്ടോ. അവിടെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസം. പിന്നെ പോരാത്ത നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഭയങ്കര എന്താ പറയുക, നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഈ ഒരു പ്രോഗ്രാം കഴിയാതെ നമുക്ക് ആ സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങില്ല. കാരണം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഇതും കൂടി കണ്ടോക്കി. ഇതും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കുറേ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് കരുതി, പക്ഷേ ഞങ്ങൾ പറ്റിയില്ല അതൊന്നും. എന്നാലും മാക്സിമം എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു എന്താ പറയുക, ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറായിരുന്നു. നല്ല രസമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. പോരാത്തിന് കറക്റ്റ് സമയത്ത് കുട്ടികളും നാത്തൂൻ്റെ കുട്ടികളും എത്തിച്ചേരാനും പറ്റി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ആയതുകൊണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അടിച്ച് പൊളിച്ചൊക്കെ ഉഷാറാക്കി. ചൂട് ചൂട് പാട്ടും കളിയും. ഐസ്ക്രീം കണ്ട എല്ലാവർക്കും കൊതിയാവുന്നതായും കഴിക്കാം. ജലദോഷമുണ്ട്, തൊണ്ടവേദനയുണ്ട്, പനിയാണ്, അതൊന്നും വിഷയമല്ല. അപ്പോൾ ഐസ്ക്രീം കണ്ടോ കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തൊരു കുട്ടി പോകുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഐസ്ക്രീം പിടിച്ചു വലിച്ചു കേട്ടോ. അതിൽ കുട്ടി കൊടുത്തുമില്ല, ആ കുട്ടിക്ക് കിട്ടിയതുമില്ല. അത് കഷ്ണം ആ മുറിഞ്ഞ് താഴേക്ക് വീണു. ഞാൻ ലാസ്റ്റ് ആ കുട്ടിക്ക് വേറെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി. പക്ഷെ അപ്പോഴേക്കും ആ കുട്ടി പാസ് ചെയ്ത് പോയി. ഭയങ്കര കരച്ചിലായിരുന്നു കുട്ടി. അമ്മയെ വാങ്ങിത്താന്നുണ്ട്. അമ്മ വാങ്ങി കൊടുക്കാതെ പോയി. ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവരങ്ങ് പാസ് ചെയ്ത് പോയി. തൊണ്ടവേദന ഉണ്ടാവുമെന്ന് കരുതിയിട്ടായിരിക്കും ആ അമ്മ വാങ്ങിച്ചു കൊടുക്കായിരുന്നത്. പക്ഷേ ആ കുട്ടീനെ തട്ടിപ്പറിച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹം കണ്ടപ്പോൾ വല്ലാത്ത ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും ഭയങ്കര